ഏലിയാശ്ലീഹ മൂശക്കാലങ്ങൾ. മൂന്നാം ന്യായം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സമാധാനമല്ല വാൾ. ഇന്നലെ നാം അനുസ്മരിച്ച കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായർ മുതൽ ശ്ലീഹക്കാലം ആരംഭിക്കുന്നു. വിജാതിയർക്ക് ഭോഷത്വമായ കുരിശ് വിശ്വാസിക്ക് അഭിമാനത്തിൻ്റെയും രക്ഷയുടെയും ശക്തിയുടെയും അടയാളമാണ്. സഹനത്തിൻ്റെയും ശുശ്രൂഷയുടെയും വിട്ടുവീഴ്ചയുടെയും സമാധാനത്തിൻ്റെയും സുവിശേഷവുമായി വന്ന യേശു വിവാദപരമായ ഒരു വിപരീത പ്രസ്താവന നടത്തുന്ന ഭാഗമാണ്. സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വായിക്കുമ്പോൾ അനുവാചകർക്ക് തോന്നുക, യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്താൻ ഉപയോഗിക്കുന്നതാണു വാൾ. അതിനാൽ വാൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം പൊന്തിവരുന്നത് അക്രമവും രക്തച്ചൊരിച്ചിലുമാണ്. എന്നാൽ എന്തിനെയെങ്കിലും രണ്ടായി വിഭജിക്കുന്നതിനുള്ള ആയുധമാണ് വാൾ. ശത്രുക്കളെ നിഹനിക്കാനുള്ള ഒരു വാളിനെക്കുറിച്ച് ഒരിക്കലും യേശു പറയാനിടയില്ല. യേശു പറയുന്ന വാൾ സത്യത്തെയും അനീതിയെയും തമ്മിൽ, പ്രകാശത്തെയും അന്ധകാരത്തെയും തമ്മിൽ, നന്മയെയും തിന്മയെയും തമ്മിൽ, വിശുദ്ധിയെയും അശുദ്ധിയെയും തമ്മിൽ വേർതിരിക്കുന്ന വാളാണ്. ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും അവൻ കാരണമാകുമെന്നും വിവാദ വിഷയങ്ങളുടെ അടയാളമായിരിക്കുമെന്നും ശിമെയോൻ പ്രവചിച്ചത് ഈ അർത്ഥത്തിലാണ്. ദൈവരാജ്യവും ലോകരാജ്യവും തമ്മിലുള്ള നിതാന്ത പോരാട്ടമാണ് ഈ വാൾ കൊണ്ടുള്ള യുദ്ധം. ഒരു കുടുംബത്തിൽ തന്നെ മകൻ പിതാവിനെതിരായും മകൾ മാതാവിനെതിരായും മരുമകൾ അമ്മായിമ്മയ്ക്കെതിരായും സുവിശേഷ മൂല്യങ്ങളുടെ പേരിൽ ഭിന്നതയിലാകും. അത് ക്ഷമയുടെയും സൽപ്രവൃത്തിയുടെയും വഴിയിലൂടെ മറ്റുള്ളവരുടെ ശിരസിൽ തീക്കനൽ കൂട്ടുന്നവയാണ്. വാഴ്ത്തപ്പെട്ട റാണി മരിയയെ 54 തവണ കുത്തിമുറിവേൽപ്പിച്ച സമർദർ സിംഗ് മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്നത് അവളുടെ കുടുംബം അവൻ്റെ ശിരസിൽ എരിയിച്ച ക്ഷമയാകുന്ന തീക്കനലിൻ്റെ ശക്തിയിലാണ്. ആ ക്ഷമയാണ് യേശു കൊണ്ടുവന്ന വാൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അഹിംസാ സിദ്ധാന്തം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണകൂടത്തെ മുട്ടുകുത്തിച്ചെങ്കിൽ അതിൻ്റെ വക്താവായ ഗാന്ധിജിക്ക് അഹിംസയുടെ ഈ പാഠം പകർന്നു നൽകിയത് സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങളാണ്. നന്മയെ തിന്മ കൊണ്ട് വിജയിക്കണമെന്നും അപരനെ സഹോദരനായും ദൈവത്തിൻ്റെ പ്രതിരൂപമായി കാണണമെന്നും ശത്രുവാണെങ്കിൽ പോലും അവനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമുള്ള അവൻ്റെ പഠനം ലോക പ്രവണതയ്ക്കെതിരെ അവൻ ഉയർത്തി. ഇരുതല മൂർച്ചയുള്ള വാളാണ് അവൻ്റെ വചനം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. എൻ്റെ ഏറ്റവും സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നും വിശ്വാസികളെ പീഡിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സാവൂളിനോട്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നുവെന്ന് ചോദിക്കുന്ന യേശു മാനസാന്തരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാളാണ് ലോകത്തെ ഏൽപ്പിക്കുന്നത്. മറ്റുള്ളവർക്കു വേണ്ടി സ്വയം വ്യയനം ചെയ്യുക. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവെന്ന നന്മ, പ്രകാശം, വിശുദ്ധി എന്തെന്ന് അറിയുന്നവർ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവിക പരിവേഷമുള്ളതായതിനാൽ നിത്യജീവനോളം വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചില വിശ്വാസ സംഹിത പ്രകാരം തങ്ങളുടെ വിശ്വാസത്തെ അനുഗമിക്കാത്തവരെ ഇല്ലായ്മ ചെയ്താൽ സ്വർഗത്തിൽ സ്ഥാനമുറപ്പിക്കാമെന്ന് അവർ പഠിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിബദിക്കുകയാണ് ലോകം. എവിടെ സ്നേഹരാഹിത്യമുണ്ടോ അവിടെ അരാജിതത്വവും അസ്തിത്വവും നിറയും. എവിടെ വിട്ടുവീഴ്ചയും പങ്കുവെക്കലുമുണ്ടോ അവിടെ സമാധാനവും ദൈവികത്വവും ഉണ്ടാകും. ഇവ തമ്മിലുള്ള നിരന്തര പോരാട്ടമാണ് ലോകചരിത്രം. ലോകത്തിൻ്റെ അധിപനായ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിച്ച് വിശ്വാസത്തിൻ്റെ പരിചയെടുത്ത്
രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ലോകത്തിൽ നാശം വിതയ്ക്കുന്ന പൈശാചിക പ്രവണതയോട് യുദ്ധം ചെയ്യാൻ സമാധാന രാജാവായ ക്രിസ്തുവിൻ്റെ ഈ ആയുധങ്ങൾ ധരിച്ച് നമുക്ക് സുശക്തരാകാം.